ഹായ് എവ്രി വൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഹോം ടൂർ ആവാമെന്ന്. കാരണം നമ്മൾ UK എത്തിയിട്ടുള്ള ഫസ്റ്റ് അക്കോമഡേഷനിൽ നമ്മൾ ഇന്ന് പോവാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് മാറാണ്. അപ്പോൾ ഇത് ഞങ്ങളെ UK എത്തിയിട്ട് ആദ്യമായിട്ട് നമ്മൾ വെൽക്കം ചെയ്തൊരു വീടാണ്. നല്ലൊരു ഏരിയ ആയിരുന്നു, വളരെ സൈലൻ്റ് ആയിട്ടുള്ള, കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻട്രി തന്നെ ഒരു സിക്സ് ചെയ്യുന്ന 2 ഡോറ് കാണാം. 6 ആണ് നമ്മുടെ റൂം. ഡോറ് തുറക്കുമ്പോൾ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കോറിഡോറാണ് കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലഗേജസ് എല്ലാം ഈ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത്. മെസ്സി ആയിട്ട് കിടക്കുകയാണ്, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. അവിടെ ലഗേജൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ്സ് മുമ്പാണ് ഇതിനെ ഒരു വീഡിയോ കവർ ചെയ്യാമെന്ന് ചിന്തിച്ചത്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് ഡോർ ഒരു സ്റ്റോർ റൂമാണ് കേട്ടോ. അതായത് നമ്മുടെ ക്ലീനിങ് ഐറ്റംസ് എല്ലാം അതിനകത്താണ് വെച്ചിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് റൂമായിരുന്നു. TV ഉണ്ട്. അതുപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റൂമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഓണർ എല്ലാവിധ ഫെസിലിറ്റീസും ഈ റൂമിൽ നമുക്കുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരു ഓപ്പൺ കിച്ചണാണ്. അതാണ് എടുത്തു പറയേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണത്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയിലോട്ട് നമുക്കൊരു സെക്കൻഡ് ഡോറും കൂടെ ഉണ്ട് കോറിഡോറിലേക്ക്. പിന്നെ ഇതൊരു വർക്ക് സ്പേസ് പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിൽ നിന്ന് വരുമ്പോൾ 2 എൻട്രി ഉണ്ട് ലിവിങ് റൂമിലേക്ക്. ഇതിൽ നടുക്ക് കാണുന്ന ഡോറാണ് ബാത്റൂം. അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ മിറർ സെൽഫീസ് എല്ലാം കാണാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വർക്ക് സ്പേസ് ആണ്. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് ഒരു കിഡ്സ് ബെഡ്റൂം പോലെ ഉണ്ട് കേട്ടോ. അത് അവിടെ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആരും അത് യൂസ് ചെയ്തിരുന്നില്ല. നമ്മുടെ ലഗേജസ് എല്ലാം ആ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള, നമുക്ക് ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബാക്ക് യാർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ എൻട്രി കിച്ചൺ വഴിയാണ്. പക്ഷേ കാണാൻ നല്ല രസമാണ്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ലൈറ്റൊക്കെ കിട്ടിയിരുന്നു. പകൽ സമയങ്ങളിലൊന്നും നമ്മൾ റൂമിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിലും നന്നായിട്ട് നമുക്ക് വെളിച്ചം കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ റൂമിൽ നിന്ന് വീണ്ടും നമ്മുടെ കാഴ്ചകൾ പോകുന്നത് ലിവിങ് റൂമിലേക്കാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. നമുക്കൊരു 3-4 പേരുടെ ഒരു ഫാമിലിക്ക് അത് ധാരാളമാണ് കേട്ടോ. പിന്നെ കിച്ചണിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജാണ്. നമ്മുടെ നാട്ടിൽ മേലെ ഫ്രീസറും താഴെയാണ് റെഫ്രിജറേറ്റർ കാണാറ്. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. മേലെ റെഫ്രിജറേറ്ററും താഴെയാണ് ഫ്രീസറുള്ളത്. ഇപ്പോൾ ഫ്രിഡ്ജിലിപ്പോൾ ഒന്നുമില്ല, ഞാനെല്ലാം ക്ലീനാക്കി നമ്മളിന്ന് പോകുന്നതുകൊണ്ട്. അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. കിച്ചണിൽ നിന്ന് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ലിവിങ് ഏരിയയിൽ ഇരിക്കുന്നവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതൊരു നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ബാക്ക് യാർഡാണ്. അപ്പോൾ കുട്ടികളുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബാക്ക് യാർഡിൽ കുട്ടികൾക്ക് കളിക്കാൻ ഇറക്കി വിടാം, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വീടായിരുന്നു അത്. ഇതൊക്കെയാണ് ബാക്ക് യാർഡിലെ കാഴ്ചകൾ. മഴയില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ വീണ്ടും നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ ലിവിങ് ഏരിയ, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ലിവിങ് ഏരിയ കാണാം. ഈ ഒരു വീട്ടിൽ ഞങ്ങൾ ഏറ്റവും അധികം സമയം ചിലവഴിച്ചിരുന്നത് ഈ ഒരു ലിവിങ് റൂമിൽ തന്നെയാണ് കേട്ടോ. കാരണം പകൽ സമയങ്ങളിൽ TV കണ്ടും അല്ലാതെ ഗെയിംസ് ആണെങ്കിലും നമ്മൾ കൂടുതൽ നമ്മുടെ ഫാമിലി ടൈം എല്ലാം ഈ ഒരു ലിവിങ് റൂമിലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ലാസ്റ്റായിട്ട് ഇവിടെ കിച്ചണിൽ പ്രിപ്പയർ ചെയ്തത് ഒരു പാസ്തയാണ്. 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം പാസ്ത വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്, ക്യാപ്സിക്കം, അനിയൻ, ക്യാരറ്റാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ചു, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വൈറ്റ് സോസ് പാസ്ത ആയതുകൊണ്ട് ബട്ടറിൽ ചേർക്കും കൂടുതൽ ടേസ്റ്റി. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗാർലിക് ഒന്ന് കളർ മാറി വരുമ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ജസ്റ്റ് ഒരു കുറച്ച് നേരം സോട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിവിടെ 2 ഒനിയനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പാസ്തയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെയും ഒനിയൻ്റെയൊക്കെ എണ്ണം കൂട്ടാം. ഈ ടൈമിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ.
പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കാണ്. നിങ്ങൾക്ക് വെറൈറ്റി കളേഴ്സിലുള്ള ക്യാപ്സിക്ക അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാനത് ആഡ് ചെയ്തത്. ഇതൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഈ പാനിലേക്ക് കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ മൈദയുടെ ഒരു റോ സ്മെല്ലൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. പാലൊഴിച്ച് തീരെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ ഒന്നും കൂടി പാലൊഴിച്ചൊന്ന് ലൂസാക്കാം. ഇതിലേക്ക് ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഒറിഗാനോ ആണ് ആഡ് ചെയ്യുന്നത്. ഒറിഗാനോ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് ഈ വൈറ്റ് സോസ് പാസ്തയിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ ഓയിലും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരുന്ന പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ക്രീമി ആയിട്ടുള്ള ആ മിക്സ് ഒന്നും കൂടി ലൂസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ച് ഒന്നും കൂടി ലൂസാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് റെഡിയാക്കാവുന്നുള്ളൂ. ഞങ്ങളിന്നൊരു തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ടാണ് പെട്ടെന്ന് ക്വിക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചീസ് ഫ്ലേവേർഡ് സോസ് ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, വെറുതെ വേണമെങ്കിലും കഴിക്കാം. യമ്മിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാസ്ത എല്ലാം കഴിച്ചു. നമ്മളുടെ ഫസ്റ്റ് ഹോമിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മുടെ സെക്കൻഡ് അക്കോമഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം പുറത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളൊരു ഈവനിങ് ടൈം ആയപ്പോഴാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. നല്ല ഒരു മൂടി നിൽക്കുന്ന ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ക്യാബ് വിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് അക്കോമഡേഷനിലെത്തി. ഈ കാണുന്ന ഒരു ഏരിയയാണ് കേട്ടോ നമ്മൾ ഇനി താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റായിരുന്നു, കാരണം നമുക്ക് കീ കിട്ടാനൊക്കെ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതാണ് നമ്മളുടെ വീട്. ഇതിൻ്റെ ഒരു ഹോം ടൂർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കാം. ഈ കാണുന്ന ഒരു ബോക്സിൽ ഇതിനകത്തായിരിക്കും നമ്മുടെ വീടിൻ്റെ കീ അവർ വെച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾക്ക് കീ ഒക്കെ കിട്ടി. ലഗേജൊക്കെ വെച്ച് ഞങ്ങൾ വീണ്ടും ഇവിടുത്തെ ഒരു ഈവനിങ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്ത ഷോപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ അന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. ഞങ്ങൾ അടുത്തുള്ള ഒരു ബെസ്റ്റ് കബാബ് ഷോപ്പിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഇതൊരു മിക്സഡ് ഷവർമ പോലൊരു സംഭവമായിരുന്നു. ഇതൊരു മിക്സഡ് കബാബായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങളിവിടെ എത്തിയതിന് ശേഷം ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പുറത്തുനിന്ന്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാറുണ്ടെങ്കിലും ഇവിടെ പുറത്ത് പോയി ഓർഡർ ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡ് നമുക്ക് കിട്ടാറില്ല. നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റിനനുസരിച്ച് കിട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എരിവും പുളിയൊക്കെ തട്ടിയ ഒരു ഭക്ഷണം ഇവിടെ എത്തിയിട്ട് കഴിച്ചത് ഒരു 1 മന്തിന് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് ഞങ്ങൾ അന്നത്തെ ദിവസം കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഡിന്നർ നല്ല കാര്യമായിട്ട് തന്നെ കഴിച്ചു. വയറൊക്കെ ഫുള്ളായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു കേട്ടോ. ഞാൻ എൻജോയ് ചെയ്ത് എൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുളകിനൊന്നും വലിയ എരിവുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇതിനിടയിൽ ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ആൾക്കും സ്പൈസി ഫുഡിനോടൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ തിരക്ക് പിടിച്ചൊരു ദിവസം ഒന്ന് തണുപ്പിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതി ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് സംസാരിച്ചൊക്കെ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കിടന്നുറങ്ങി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.